കെട്ടിടത്തിൻ്റെ വശത്തുള്ള കവുങ്ങിലൂടെ താഴേക്ക് ഊർന്നിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. രക്ഷപ്പെട്ട കുട്ടി നേരെ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലെത്തി അഭയം തേടി. എന്നാൽ സംഭവത്തിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കാതെ പോലീസ് കുട്ടിയുടെ പിതാവിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ സ്റ്റേഷനിലെത്തിയത് അതിക്രമം നടത്തിയ പ്രതി സഹോദരനും കുടുംബവുമാണെന്നതും പോലീസ് കുട്ടിയെ ഇവർക്കൊപ്പം തന്നെ തിരികെ അയച്ചതും വലിയ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പിന്നീട് വീട്ടിലെത്തിയ ശേഷമാണ് കുട്ടി താൻ നേരിട്ട ദാരുണമായ പീഡനങ്ങളെക്കുറിച്ച് സ്വന്തം സഹോദരനോടും വീട്ടുകാരോടും തുറന്നു പറഞ്ഞത്. കുട്ടിയുടെ കാലിൽ തറച്ചിരുന്ന ഈർക്കിൽ ഊരിയെടുത്തത് സഹോദരനാണ്. സംഭവം നാട്ടിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തു വരികയും ചെയ്തതോടെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത്. അതിനിടെ കേസ് സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വരികയും സംഭവം വിവാദമാവുകയും ചെയ്തതോടെ വിഷയം ഒത്തുതീർപ്പാക്കാൻ പ്രതികളുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ നടന്നിരുന്നു. കുട്ടിയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായ വാഗ്ദാനവും പുതിയ സൈക്കിൾ വാങ്ങി നൽകാമെന്ന വാഗ്ദാനവും നൽകുന്ന ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട്. പ്രതികൾക്കെതിരെ ബാലാവകാശ നിയമപ്രകാരവും ക്രൂരമായ ശാരീരിക ഉപദ്രവത്തിനുമാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിനിടയിലാണ് ഒന്നാം പ്രതി വിദേശത്തേക്ക് കടന്നത്. മറ്റു പ്രതികളെ കണ്ടെത്താനായി ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ പോലീസ് തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കാണാതെയായതെന്ന് പറഞ്ഞ് കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കാൻ കാരണമായ വാച്ച് പിന്നീട് സമീപത്തെ പള്ളിയിൽ നിന്ന് കണ്ടെത്തിയെന്നതാണ് വിവരം.